നടിയെ ആക്രമിച്ച കേസിലെ പ്രതി മാർട്ടിന്റെ വീഡിയോയിൽ കേസെടുക്കും. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന വീഡിയോയിലാണ് കേസെടുക്കുക. അതിജീവിത മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, ഈ മാർട്ടിന്റെ വീഡിയോയിൽ എന്തായിരുന്നു പ്രശ്നം? എന്ത് നടപടിയായിരിക്കും ഈ വീഡിയോ മുൻനിർത്തി എടുക്കാൻ പോകുന്നത്? ഈ നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നതിന് പിന്നാലെയായിരുന്നു ആ കേസിലെ രണ്ടാമത്തെ പ്രതിയായ മാർട്ടിന്റെ ഒരു വീഡിയോ പുറത്തു വരുന്നത്. അതിൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കേസ് വന്നതെന്നും അതോടൊപ്പം തന്നെ ഈ അതിജീവിതയുടെ പേരൊക്കെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ വീഡിയോ വന്നത്. വ്യാപകമായ രീതിയിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെയാണ് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അതിജീവിത ഈ വീഡിയോയുടെ കാര്യം ശ്രദ്ധയപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DGP ഇത് അന്വേഷണത്തിന് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. കാരണം ഇത് എവിടെ നിന്നാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്, ആരാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ പരിശോധിക്കുകയാണ്. അതിനുശേഷം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇപ്പോൾ വ്യാപകമായ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന പലതും ഈ ഫേക്ക് അക്കൗണ്ടുകൾ വഴിയാണ്. അത് വളരെ ബോധപൂർവമാണ് അത്തരത്തിലുള്ള ഫേക്ക് അക്കൗണ്ടുകളിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മനസ്സിലാവും. പക്ഷേ ആ വീഡിയോകൾ പലരും ഷെയർ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഷെയർ ചെയ്യുന്ന ആളുകളും ഈ കേസുകളിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു ലൈംഗിക അതിക്രമ കേസിലൊക്കെ ഇരയായപ്പെട്ടിരിക്കുന്ന ഒരു യുവതിയുടെ പേര് വിവരങ്ങൾ പുറത്തു വരിക, അത് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് മാത്രമല്ല അത് ഷെയർ ചെയ്താൽ പോലും അത് വലിയ കേസാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇത് ഷെയർ ചെയ്യുന്ന ആളുകൾ കൂടി ശ്രദ്ധിക്കാനിരിക്കുന്നു. കാരണം അങ്ങനെ ഷെയർ ചെയ്താൽ അവരും കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ആരാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്, ആരാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഈ കേസിൽ വിധി വന്നതിന് പിന്നാലെയാണ് ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരം കേസുകൾക്ക് പിന്നാലെ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ വരുമെന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ കണക്കൂട്ടൽ ഇവർക്കുണ്ടായിരുന്നതാനും അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഇത്തരത്തിലുള്ള പരാതിയായി അതിജീവിത ഉന്നയിക്കുകയും ചെയ്തത്. ശരി, എന്തായാലും മാർട്ടിന്റെ വീഡിയോ കണ്ടത് ഷെയർ ചെയ്യാൻ നിൽക്കുന്നവർ ജാഗ്രതയിൽ ലോക്കാകും.